ഈ പി വി അൻവറിൻ്റെ വീരവാദം ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിത്യവും ഇങ്ങനെ കേട്ട് കേട്ട് അതിലൊരു കഴമ്പില്ലാതായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ വീരവാദവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അല്പം കഴമ്പില്ലേന്ന് എനിക്കൊരു സംശയം. അതായത് എം വി ഗോവിന്ദൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നു. അതിന് പിന്നിൽ താനാണ് എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊരു വലിയ ചതിയിൽ പെടേണ്ടതായിരുന്നു, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നല്ല രസമുള്ളതല്ലേ, നമുക്ക് നല്ല ഫലിതങ്ങളല്ലേ, നമ്മുടെ ഹോജോ ഫലിതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഫലിതങ്ങളായിട്ട് ഇത് സമാഹരിച്ച് ഗ്രന്ഥമായിട്ട് പ്രസിദ്ധം ചെയ്യേണ്ടതാണ്. കുഞ്ഞുഞ്ഞിൻ്റെ ഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടും, അതുപോലെ നയനാർ ഫലിതങ്ങൾ, നമ്പൂതിരി ഫലിതങ്ങൾ എന്നൊക്കെ പറയുന്നതിന് ആ ഒരു ശാഖയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇദ്ദേഹം പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, അഥവാ പിണറായി വിജയിച്ചാലും അത് നടപ്പാവുകയില്ലായിരുന്നു. പിണറായി വിചാരിച്ചിരുന്നു, മോഹം കാണും ഉള്ളിൽ, പി ശശിയെ കൊണ്ടുവരാനായിട്ട് മോഹം ഉള്ളിൽ കാണും. കാരണം കൊണ്ടുവന്നാൽ കൊള്ളാൻ സൗകര്യമായി, എല്ലാം പിന്നെ ആരോടെയും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, താനായി തൻ്റെ പാടായി, താൻ പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ നിയന്ത്രിക്കാൻ സാധിക്കും. പിണറായിക്ക് അറിയാം. ശശി വന്നു കഴിഞ്ഞാൽ അല്ല, ഒന്നും അസാധ്യമല്ല. പിന്നെ എം വി ഗോവിന്ദൻ വന്നിട്ടും പിണറായി വിചാരിക്കുന്ന പോലല്ലേ കാര്യങ്ങൾ പോകുന്നത്? അല്ല അത് ഞാൻ പറയാം, അതിലേക്കാണ് ഞാൻ വരുന്നത്. അല്ല, കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്, അതുപോലെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നും അദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു പാര എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ തന്നെയാണ്. എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ മൂന്നാം പിണറായി ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അപ്പോൾ വീണ്ടും പിണറായി തന്നെ ആയിരിക്കുമല്ലോ മുഖ്യമന്ത്രി. നമ്മളെല്ലാം എന്താ പ്രതീക്ഷിക്കുന്ന ഉത്തരം? അങ്ങനെ തന്നെ ആയിരിക്കും. പാർട്ടി ഇളവ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണല്ലോ ഈ കാരണഭൂതത്തെ, സൂര്യനെ. അപ്പോൾ നമ്മളങ്ങനെ വിശ്വസിക്കും. പക്ഷേ വളരെ വ്യക്തവും അവിതർക്കിതവുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ മറുപടി യെസ് അല്ലായിരുന്നു. നമ്മളൊരു യെസ് ആണ് പ്രതീക്ഷിച്ചത്, സ്വാഭാവികമായിട്ടും. യെസ് അല്ല. അദ്ദേഹം പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ ഊഴമെന്ന് പറയുന്നത് കഴിഞ്ഞ 2 ഗവൺമെൻറ്റിൽ അദ്ദേഹമായിരുന്നു നായകൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അച്യുതാനന്ദൻ്റെ റോളേ ഉള്ളൂ അദ്ദേഹത്തിന്. ഒരു ക്രൗഡ് പുള്ളർ, പിന്നെ ഫണ്ട് റേസർ, പിന്നെ വോട്ട് പിടിക്കാൻ ചോദിക്കുന്ന ഒരാൾ, ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി ആര് വേണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ആദ്യമായിട്ടാണ് ഗോവിന്ദൻ മാഷ് അങ്ങനെന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞു അത് പിണറായി തന്നെ, സംശയം എന്ത്, വേറെ ആരാണ് ഞങ്ങൾക്കുള്ളതെന്നല്ലേ ഇതുവരെ ചോദിച്ചത്. പക്ഷേ ഇന്ന് വ്യക്തമായിട്ട് ടി വിയിൽ വന്നതാണിത്. ഇപ്പം നമുക്കത് എം വി ഗോവിന്ദന് തന്നെ നിഷേധിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്വരമാറ്റമാണ്. ഒരു പക്ഷേ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു മാറ്റമാകാതെ തന്ത്രപരമായിട്ടുള്ള അടവെന്ന് പറയുമല്ലോ അവർ, അടവ് നയം, അതായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ആ വാക്ക് വന്നു, പറയേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത തവണയും ഇനിയും പിണറായി മുഖ്യമന്ത്രിയായിരിക്കും, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പി വി അൻവർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പി വി അൻവർ നമ്മളിപ്പോൾ ഹോജോ കഥകൾ എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കി കണക്കാക്കുന്നെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ, നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. ഇദ്ദേഹം ഒരു 8 കാലി മാമൂഞ്ഞായിട്ട് പറയുന്നുണ്ടെങ്കിലും അതങ്ങ് പാടെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. പി ശശിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ്. ഒരു കാലത്ത് ചേർന്ന പി ജയരാജൻ്റെ സ്വാധീനം എന്തായിരുന്നു അതുപോലെയാണ്. പി ജയരാജനെ പിന്നെ വെട്ടി നിരത്തി ഒതുക്കി. പി ശശിയും പിണറായി ഒരേ അച്ചുതണ്ടിലാണ്. കാരണം എല്ലാത്തരം അഴിമതിക്കും കൂട്ടുനിൽക്കാൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന ആൾ പി ശശിയാണ്. അദ്ദേഹമാണ് ഫോൺ എടുത്തൊന്ന് വിളിച്ച് പറയുമ്പോഴാണ് കേരളം ഭരിക്കുന്നത് പി ശശിയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. കുറ്റവിമുക്തനാക്കി കൊണ്ടുവരുന്നത് എല്ലാം അദ്ദേഹം തന്നെ. കാര്യം അത് നല്ല വഴിക്ക് അദ്ദേഹത്തിന് ആരെ എപ്പോൾ എങ്ങനെ വിളിക്കണം. ഈ കനാനാരുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കിയത് പി ശശിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പേര് ദോഷം ഉണ്ടാക്കി അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ അനാവശ്യമായ ഇടപെടൽ. പിന്നെ അദ്ദേഹം ഒരു ഇന്നസെൻ്റ് മനുഷ്യനായതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോവില്ല.
ഇദ്ദേഹം ശ്രദ്ധിക്കാൻ പോവില്ല. അങ്ങനെ കർശനമായിട്ടുള്ള ലീഡറെ പോലെ കർശനമായിട്ട് ലീഡറായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളിരുന്നാൽ പുറത്താക്കി കണ്ടുപിടിച്ച്. പക്ഷേ ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ അന്വേഷിക്കാനൊന്നും പോകത്തില്ല. ചിരിച്ചും തമാശയായിട്ട് അദ്ദേഹം തള്ളുക. അപ്പോൾ പിന്നെ അറിയാം അദ്ദേഹം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നിരപരാധിയായിട്ടുള്ള കള്ളത്തരവും കാപട്യവും ഇല്ലാത്ത ഒരാളാണെന്നുള്ള ജനങ്ങൾക്കറിയാം, പാർട്ടിക്കും അറിയാം. അതുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളങ്കം വരുത്തിക്കൊണ്ട് അപമാനിച്ചേനെയും. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചും പോയി. അതുകൊണ്ടും കൂടെ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര വലിയൊരു തന്ത്രശാലിയാണ് പി ശശി എന്ന് പറയുന്നത്. ഒരു തരം അജിത് ഡോവൽ എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി ഒരു അജിത് ഡോവലാണ്. ഇൻ്റലിജൻസും ഉണ്ട്, കാര്യങ്ങളൊക്കെ കറക്കിയെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഒരാൾ വേണം അങ്ങനെ. ഭരണം ചാണക്യനും പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്ത്രശാലിയായിട്ടുള്ള ആൾ വേണം. അപ്പോൾ ഈ ഭരണത്തെ ഒരു വിധത്തിൽ നിലനിർത്തുന്നത് അദ്ദേഹം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരാളിനെ പാർട്ടി സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം ആവുമെന്നുള്ള ഉറപ്പായി. ഇപ്പോൾ അത്രയും ഉറപ്പില്ല. ആ ഉറപ്പില്ലിപ്പോൾ. അതാണ് ഇപ്പോൾ തൽക്കാലമെങ്കിലും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിപ്പെൻസ് ഓൺ റിസൾട്ട് ഓഫ് നിലമ്പൂർ പോൾസ്. നിലമ്പൂരിലെ ഫലം എങ്ങനെ വരുമോ അതിനെ ആസ്പദിച്ചായിരിക്കും ആ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു റൈഡർ വന്നിട്ടുണ്ട് ഇപ്പോൾ. നേരത്തെ അതില്ല, പിണറായി തന്നെ. ഇനിയും വീണ്ടും പിണറായി ഭരിക്കുകയെന്നും പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. ജനങ്ങൾക്കൊരു ചെറിയ ആശ്വാസമാണ് ഇപ്പോൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, വിജയനാഥിനെ ശരിക്കും അറിയാവുന്നതുപോലെ തന്നെ പി രാജീവ്, അതുപോലെ തന്നെ പി രാജീവ്, എം പി രാജേഷ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ടും ഉണ്ടായിരുന്നു. മന്ത്രിസഭയിലെ തഴയപ്പെട്ടവർ എന്ന് തോന്നുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ നേതൃത്വത്തിൽ. അതുപോലെ ഇളമരം കരീമും അതിൻ്റെ ഭാഗമാണ്. ഇളമരം കരീമും അതിൻ്റെ ഒരു ഭാഗമാണ്. അവർ തമ്മിൽ അത്ര ചേർച്ചയിലല്ല പിണറായിയുമായിട്ട്. അതേസമയം മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടുകാരനായിരുന്ന പഴയ എം എൽ എ ആയിട്ടുള്ള പ്രദീപ്കുമാർ, അവർ സെയിം അച്ചുതണ്ടിലാണിപ്പോൾ. അല്ല, അങ്ങനെ ആക്കിയതാണോ സംശയം. അങ്ങനെയാണ് പ്രദീപ് കുമാറിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു അച്ചുതണ്ട് അതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഏത് കാര്യത്തിനും ഇപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. നോക്കിയാണ് കെ.സി. വേണുഗോപാലിനെ ദേശീയപാതയുടെ കാലൻ എന്ന് വിളിച്ചു. ദേശീയപാത എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനമല്ലല്ലോ, ഇന്ത്യ മുഴുവനുള്ള ഒന്നല്ലേ. അതിൻ്റെ കാലനായിട്ട് എങ്ങനെ കെ.സി. വേണുഗോപാലിനെ പറയാൻ പറ്റും? അതിൻ്റെ ദേശീയപാത അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഏത് ദേശീയപാതയാണ് ഇല്ലാതായത് അദ്ദേഹം മൂലം? അതെല്ലാം നിതിൻ ഗഡ്കരിയുടെ സമർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുള്ള ഏർപ്പാട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്രയും വലിയ ദേശീയപാതകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുണ്ടും കുഴികളെന്ന് പറയുന്ന പോലെ കുറച്ചൊക്കെ അഴിമതി വരാതിരുന്നാലേ അത്ഭുതമുള്ളൂ. ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോൾ കേരളത്തിൽ വെച്ചാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതിന് സ്ഥലമെടുത്ത് കൊടുത്തത് കേരള ഗവൺമെൻറ്റുമാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിയാനൊന്നും പറ്റില്ല. പരിശോധനയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കോൺട്രാക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഒഴിയാനും പറ്റില്ല. നടപടി എടുത്തിട്ടുള്ളൂ. ഉടനല്ലേ നടപടി എടുത്തത്? കരാർ കമ്പനിയെ മാറ്റിയത് നിമിഷങ്ങൾക്കാകും. ഉദ്യോഗസ്ഥർ 2 പേരെ സസ്പെൻഡ് ചെയ്തു. ഒരു അന്വേഷണവും ഇല്ല, നേരെ അങ്ങ് സസ്പെൻഡ് ചെയ്യല്ലേ. അങ്ങനെയല്ലേ ചെയ്തത്? നടപടി ഉടനാണ്. കേന്ദ്രത്തിൻ്റെ ആക്ഷൻ അങ്ങനെയാണ്, അല്ലാതെ മാസങ്ങളെടുത്ത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ തന്നെ ഈ പാത ഡിസംബറിനകം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരുമോനും അമ്മായിയപ്പനും വളരെ ഇഷ്ടപ്പെട്ടു നിതിൻ ഗഡ്കരി പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രിയാണ് കണ്ടതെങ്കിലും ഇവിടെ വന്ന് വിവരം പറയുന്ന ആരാ? മുഹമ്മദ് റിയാസ്. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. അദ്ദേഹത്തിനൊരു പ്രാമുഖ്യം പി രാജീവിനും മുകളിൽ കൊടുത്തുകൊണ്ട്, ശരിക്കും പി രാജീവാണ് അതിന് മുകളിൽ വരേണ്ടത്, അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എം പി രാജേഷ് എല്ലാ വിധത്തിലും പിന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കാൻ പര്യാപ്തനായിട്ടുള്ള ഒരു നേതാവിന് ആ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അസ്വാരസ്യമൊക്കെ പാർട്ടിയിൽ വളരെ പ്രബലമായിട്ടുണ്ട്. അപ്പം മുഹമ്മദ് റിയാസിനും കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെയും താമസിയാതെ കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ഒരു അച്ചുതണ്ടും കൂടെ ശക്തി പ്രാപിച്ചതോടുകൂടി അടുത്തത് പിണറായിയാണ് എന്ന് പാർട്ടി ഇപ്പോൾ കൂസലില്ലാതെ പറയുന്നില്ല. കാരണം പിണറായിക്ക് എത്രമാത്രം ഒരു വോട്ട് ക്യാച്ചറാവാൻ കഴിയും എന്ന് തെളിയിക്കേണ്ടത് ഈ നിലമ്പൂർ ഫലമാണ്. ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളിലേക്ക് പാർട്ടി പോകും. എന്തായാലും പ്രബല വിഭാഗം തീർച്ചയായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് പിണറായിക്ക് വേണ്ടിയായിരിക്കും. അദ്ദേഹത്തിന് അതിന് ആഗ്രഹമുണ്ട്. പിണറായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നു സംശയമില്ല. ഇനി 3-ാം ഊഴം കൂടെ ഉണ്ടെങ്കിൽ അടുത്തത് മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും. അപ്പം പി വി അൻവറിൻ്റെ ഈ വീരവാദത്തിൽ അല്പം കഴമ്പുണ്ട്. ഉണ്ടുണ്ട്, പറയുന്നതിലെല്ലാം കഴമ്പുണ്ട്. ഇത്ര ഞാനാണ് കാരണമെന്ന് പറഞ്ഞത് നമുക്കങ്ങ് ഒഴിവാക്കണം. ഞാനാണ് കാരണമെന്ന് പറയുന്നത് കാര്യമില്ല. പാർട്ടിയാണ് അതിന് കാരണം. അല്ലാതെ പി വി അൻവർ വിചാരിച്ചാലൊന്നും അങ്ങനെ പറ്റാൻ പറ്റില്ല. പാർട്ടിയാണ്, പാർട്ടി തീരുമാനിച്ചതാണ്. ആ രഹസ്യം ഇയാൾക്കറിയാം.
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് അതിനുള്ള സോഴ്സുകളുണ്ട്, അതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എല്ലാം അങ്ങനെ 100% പിന്നെ ശരിയാവണമെന്നില്ല PV അൻവർ പറയുന്നത്. ചിലത് വെറും വിഡ്ഢിത്തങ്ങളുമാണ്. അതെ അല്ലേ? ഇപ്പം ഉദാഹരണത്തിന് തൃണമൂലിൻ്റെ 40 പേര് വരുമെന്നല്ലേ പറഞ്ഞു. ഇവിടെ 40 MP വന്നു. എവിടെ? മമതാ ബാനർജി ഉൾപ്പെടെ വന്ന് പ്രചരിപ്പിക്കുമെന്നല്ലേ. പിന്നെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ആഭ്യന്തരവും വനം വകുപ്പും വേണം. തൃണമൂല് പോയിട്ട് തൃണമൂല് തലത്തിലുള്ള തൃണമില്ലല്ലോ, വെറും ആ തൃണമൂല തലത്തിലുള്ള ഒരു നേതാവ് പോലും വന്നില്ലല്ലോ. പിന്നെ എന്തിനാണ്? അഭിഷേക് ബാനർജിയാണ്ട് വിദേശത്തേക്ക് പോയി മോദിയുടെ കൂടെ, എന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. തൃണമൂലിൻ്റെ വലിയ നേതാവാണ്, നമ്മുടെ മമതയുടെ അനന്തരവനുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.